ഹലോ ഓൾ, വെൽക്കം ടു എമിനന്റ് PSC. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമ്മൾ ഏതൊരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നോളജ് മാത്രം പോരാ. നമ്മൾ പഠിച്ചിരിക്കുന്ന നോളജ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണെങ്കിൽ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, അതല്ല റിട്ടൺ എക്സാമിനേഷൻ ആണെങ്കിൽ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഇത് മസ്റ്റാണ്. ഇത് ചെയ്യാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ നോളജ് മാത്രം എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവണം എന്നില്ല. ഞാനിത് പറയാൻ കാരണം, എമിനന്റ് PSCയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നത്. അതിൽ ഓരോ എക്സാമിനേഷന് ശേഷം റിസൾട്ടിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം അത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവരെന്തായാലും നമ്മുടെ ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ LGS റാങ്ക് ലിസ്റ്റ് വന്നു അല്ലേ. സോ അതിൽ 471 ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ 48 പേര് എമിനന്റ് PSCയിൽ ടെസ്റ്റ് സീരീസ് എടുത്തവരാണ്. KSന്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ഇൻ്റർവ്യൂ ലിസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. അതിൽ 35 പേര് മെയിൻസിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്തവരാണ്. ഇതുപോലെ തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനേഷനും സംഭവിച്ചിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴും പ്രാക്ടീസിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എങ്കിലും നിങ്ങൾക്ക് റിയാലിറ്റിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുള്ളൊരു ഫീലിംഗ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഫൈനലി PSC എക്സാമിനേഷൻ എഴുതി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് പുറത്ത് വരാനും പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് എമിനന്റ് PSC ടെസ്റ്റ് സീരീസുകളെല്ലാം ലോഞ്ച് ചെയ്യുന്നത്. നൗ വി ആർ ലോഞ്ചിങ് വൺ വെരി ജാക്ക്പോട്ട് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം 2026 നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ ഒരുപാട് എക്സാമിനേഷൻസ് വരുന്നുണ്ട്. ലൈക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ്, SI ഓഫ് പോലീസ്, SBCAD, ദർ ആർ മെനി അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ട്. നിങ്ങൾ മുമ്പ് എത്ര എക്സാമിനേഷൻ എഴുതിയാലും ഇല്ലെങ്കിലും നിങ്ങൾ കീപ് പ്രാക്ടീസിങ്. ആ പ്രാക്ടീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എമിനന്റ് PSC അതിൻ്റെ മറ്റൊരു പുതിയ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങളുടെ മുമ്പിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ ഈ ടെസ്റ്റ് സീരീസിൻ്റെ പ്രത്യേകത, ആസ് ഐ മെൻഷൻഡ്, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സിലബസിൻ്റെയും എല്ലാ മൂലയും മുക്കും, അതായത് മുക്കും മൂലയും എല്ലാ ഭാഗങ്ങളും കോർണറൊക്കെ ടച്ച് ചെയ്യുന്ന രൂപത്തിലോട്ട് സിലബസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയം നൽകിക്കൊണ്ട് ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കുക, ടെസ്റ്റ് 1 കേരള ഹിസ്റ്ററി ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ സിലബസ് ആസ് പെർ ദ സിലബസ് ഇറ്റ്സെൽഫ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു റൗണ്ട് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നവരായിരിക്കും, ആര് തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷേ അത് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇക്കണോമിക്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 2 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഒരു സിലബസ് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടലി 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് നിങ്ങളൊരു ഫുൾ ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോവുകയാണ്, അത് സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ കേരള ഹിസ്റ്ററിയും എക്കണോമിക്സും കൂടിയിട്ട് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, ശേഷം നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സ് ലഭിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്ന രൂപത്തിലോട്ട് ക്വസ്റ്റ്യൻസിലൂടെ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുത്തിരിക്കണം എന്നുള്ളത്. ഇനി എപ്പോൾ എടുത്തിരിക്കണം? നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടോ? സ്റ്റാർട്ട് വെരി സൂൺ. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പുസ്തകമോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത് ശരിയല്ല. കാരണം നമ്മൾ എപ്പോഴും അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ടോപ്പിക്കിന് കൃത്യമായിട്ട് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. PSC പോലുള്ള എക്സാമിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്യുറസി, സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസും ഫാക്ച്വലാണ് ചോദിക്കുക. പിന്നെ അനലിറ്റിക്കലും സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ടോട്ടലി നിങ്ങൾക്ക് സിലബസുകൾ മുഴുവൻ ഡിവൈഡ് ചെയ്തുകൊണ്ട് ടോട്ടലി 20 ടെസ്റ്റുകളാണ് വരുന്നത്. അതിൽ 17 ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 17 ടെസ്റ്റുകൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഷെഡ്യൂൾ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കൂട്ടത്തിൽ നിങ്ങൾ ആർട്സ്, സ്പോർട്സ്. സോ അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് വരുന്നത് 20 ടെസ്റ്റുകളാണ്. അതിൽ 17 വരുന്നത് സബ്ജക്റ്റ് സ്പെസിഫിക് ആണ്, 3 ഫുൾ ടെസ്റ്റുമാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയുള്ള ഒരു പ്രത്യേകത, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ ഇത് പഠിച്ചെടുത്ത് എഴുതി നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യേണ്ടി പറ്റും. അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ എഴുതാനുള്ള മെത്തേഡുകൾ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഫോമിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം വഴി ടെസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു OMR ഫീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ OMRൻ്റെ PDF-ഉം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF-ഉം അയച്ചു തരും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും യു ക്യാൻ അറ്റൻഡ് ഫോർ ദിസ് എക്സാമിനേഷൻ. ഇതിന് എമിനന്റ് PSC ടോട്ടലി ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 2000 റുപ്പീസേ ഉള്ളൂ. നിങ്ങൾ മാർക്കറ്റിൽ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഡിഫറെൻറ്റ് കോമ്പറ്റീവ് എക്സാമിനേഷന് ഇങ്ങനത്തെ ടെസ്റ്റ് സീരീസുകൾക്കെല്ലാം വളരെ ബാക്ക്ഗ്രൗണ്ട് എഫേർട്ടുകളുണ്ട്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേയ്മെൻറ്റ് വരാറുണ്ട്. ബട്ട് വി ആർ ഹാവിങ് ആൻ അഫോർഡബിൾ പ്രൈസ് പാക്കേജ് ഹിയർ. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആലോചിക്കുക.
മുമ്പ് റിസൾട്ടിൽ വന്നിട്ടുള്ള എമിനൻ PSC മാത്രമല്ല എവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർ അത്യാവശ്യം നല്ല പ്രാക്ടീസിങ് നടത്തിയിട്ടുണ്ട്. സോ പ്രാക്ടീസിങ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നോളജിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ക്വസ്റ്റ്യൻസിനും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എമിനൻ PSCയുടെ ഓഫീസ് നമ്പറിനെ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഒരു സീറ്റ് ബുക്ക് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസിങ് നടത്താനും ശ്രമിക്കുക. So all the best DS. Thank you.